ചിലർ വലിയ ഹൈപ്പിലെത്തി ഒന്നുമാകാതെ പോകും. ചില വൻമരങ്ങളോ അവർ വീണുപോകും. കോടികൾ വാങ്ങിയിട്ടും അതിനൊത്ത പെർഫോമൻസ് ഇല്ലാതെ വിമർശനം കേൾക്കുന്നവർ വേറെയുമുണ്ട്. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ പണക്കൊഴുപ്പിൻ്റെയും ആവേശത്തിൻ്റെയും പൂരപ്പറമ്പാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. ഇവിടെ ലേലഹാളിൽ മുഴങ്ങുന്ന ഓരോ കോടികളുടെ വിളിയും കളിക്കാരന് മേലുള്ള വലിയ പ്രതീക്ഷകളുടെ ഭാരമാണ്. ആകാശത്തോളം പ്രതീക്ഷകളുമായി വന്ന് ഒടുവിൽ ഒന്നുമല്ലാതെ നിലംപതിച്ച താരങ്ങളുടെ കഥകൾക്കും IPL ചരിത്രത്തിൽ കുറവൊന്നുമില്ല. കൂടാതെ ഒരിക്കലും പതറാത്ത വൻമരങ്ങൾ ഒരൊറ്റ സീസൺ കൊണ്ട് അമ്പയെ പരാജയപ്പെടുന്നതും ആരാധകരുടെ നെഞ്ചിലിരുന്നവർ വിമർശനങ്ങളുടെ കല്ലേറുകൾ വാങ്ങിക്കൂട്ടുന്നതും നാം എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ സീസണിലെ ഫ്ലോപ്പ് ലിസ്റ്റിലുള്ളത്? നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് മറ്റാരുമല്ല, ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ. ഇന്ത്യയെ ലോകകപ്പ് വിജയിച്ച ക്യാപ്റ്റൻ എന്ന പകിട്ടോടെ വന്ന സൂര്യകുമാർ യാദവ് അമ്പയെ പരാജയപ്പെടുത്തിയ സീസണാണിത്. 11 മത്സരങ്ങളിൽ നിന്നും നേടിയത് 195 റൺസ് മാത്രം, ഒരേ ഒരു അർദ്ധ സെഞ്ചുറി. മുംബൈ ഇന്ത്യൻസിൽ എത്തിയ ശേഷം ഇത്രയും മോശം ഫോമിൽ സ്കൈ കളിക്കുന്നതും ഇതാദ്യമാണ്. സൂര്യകുമാറിൻ്റെ മോശം ഫോം മുംബൈയെ വല്ലാതെ ബാധിച്ചുവെന്ന് പറയാം. ചേസ് ചെയ്യുമ്പോഴും ആദ്യം ബാറ്റ് ചെയ്യുമ്പോഴും ഒരുപോലെ പരാജയമായി. താരത്തിൻ്റെ മോശം ഫോമോടെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരക്കാരനാക്കാനുള്ള ടീമിൻ്റെ നീക്കവും പാളി. ഇന്ത്യൻ T20 ക്യാപ്റ്റനായി തുടരാനുള്ള സാധ്യതകളും ഇപ്പോൾ വിരളം തന്നെ. ഈ വർഷം 36 വയസ്സ് തികയുന്ന സൂര്യകുമാർ ഇനി എത്ര കാലമെന്ന് കണ്ടറിയണം. IPLൽ സെഞ്ചുറി അടിച്ച ഒരാളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. മറ്റാരുമല്ല, ഡൽഹിയുടെ കപ്പിത്താൻ അക്ഷർ പട്ടേൽ. ഇങ്ങേർ 100 റൺസ് അടിച്ചിട്ടുണ്ട്, പക്ഷേ അത് 12 മത്സരങ്ങളിൽ നിന്നാണെന്ന് മാത്രം. ഒരു മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി, ബാക്കി മത്സരങ്ങളെല്ലാം സിംഗിൾ ഡിജിറ്റുകളാണ്. ബൗളിങ്ങിൽ അല്പം കൂടി ഭേദമെന്ന് പറയാം. 8.8 എക്കോണമിയിൽ എടുത്തത് 10 വിക്കറ്റ്. കൂടാതെ ക്യാപ്റ്റൻ എന്ന നിലയിലും സമ്പൂർണ്ണ പരാജയം. അക്ഷർ പട്ടേൽ എന്ന ഓൾറൗണ്ടർ വലിയ വിമർശനം കേട്ട സീസണാണിത്. 12 മത്സരങ്ങളിലും ടീമിലുണ്ടായിട്ടും 100 റൺസ് പോലും അടിക്കാത്ത മറ്റൊരാളുണ്ട്, RCBയുടെ സ്വന്തം ജിതേഷ് ശർമ്മ. പോഡ്കാസ്റ്റുകളിലും അഭിമുഖങ്ങളിലുമെല്ലാം വലിയ വർത്തമാനങ്ങളും കോമഡിയും പറയുന്ന ജിതേഷ് ഒരു മത്സരത്തിൽ പോലും ഇതുവരെ ഫോമായിട്ടില്ല. ഉയർന്ന സ്കോർ 90, സ്ട്രൈക്ക് റേറ്റ് 118. കഴിഞ്ഞ IPLൽ ഫിനിഷിംഗ് റോൾ ചെയ്തിരുന്ന ജിതേഷ് ശർമ്മ അതിലൂടെ ഇന്ത്യൻ ടീമിലേക്കും എത്തിയിരുന്നു. പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ജിതേഷിന് പ്രയാസകരമാണ്. 21 കോടി നൽകി ലക്നൗ നിലനിർത്തിയ ഒരാളാണ് അടുത്തത്. കഴിഞ്ഞ സീസണിൽ 524 റൺസ് എടുത്ത നിക്കോളാസ് പുരാൻ്റെ മിടുക്കിൽ അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് ലക്നൗ അങ്ങനെ ചെയ്തത്. പക്ഷേ ഇക്കുറി 12 മത്സരങ്ങളിൽ നിന്നും 216 റൺസ് മാത്രമാണ് നേടിയത്. ഒരു അർദ്ധ സെഞ്ചുറി പേരിലുണ്ട്. കഴിഞ്ഞ സീസണിൽ 45ഉം അതിനു മുമ്പുള്ള സീസണിൽ 35ഉം സിക്സറുകൾ പറത്തിയ പുരാൻ ഇക്കുറി നേടിയത് 11 സിക്സർ മാത്രം. ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിക്കാൻ വേണ്ടി വിൻഡീസ് കുപ്പായത്തോട് ബൈ പറഞ്ഞ പുരാൻ അമ്പയെ പരാജയപ്പെട്ട സീസണാണിത്. മറ്റൊരാൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തൊരു പേരാണ്, ലക്നൗ ക്യാപ്റ്റൻ ഋഷഭ് പന്ത്. പക്ഷേ പോയ സീസണിലും അദ്ദേഹം ഫ്ലോപ്പായതുകൊണ്ട് തന്നെ അതിൽ വലിയ പുതുമയില്ല. കഴിഞ്ഞ സീസണിൽ 14 മത്സരങ്ങളിൽ 269 റൺസ് അടിച്ച പന്ത് ഇക്കുറി ഇതുവരെ നേടിയത് 251 റൺസാണ്. ഉയർന്ന സ്കോർ 68. ക്യാപ്റ്റൻ എന്ന നിലയിലും പരാജയം തന്നെ. IPLലെ റെക്കോർഡ് ശമ്പളം വാങ്ങുന്ന പന്തിന് ഇനിയൊരു ലേലം നടന്നാൽ എത്ര കിട്ടുമെന്ന് കണ്ടറിയണം. കൊൽക്കത്ത ഏതാനും മത്സരങ്ങൾ വിജയിച്ചതോടെ ക്യാപ്റ്റൻ അജിൻക്യ രഹാനെ വിമർശനങ്ങളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങൾ ശോകം തന്നെ. 12 മത്സരങ്ങളിൽ നിന്നും നേടിയത് 251 റൺസ് മാത്രം. ഇടക്കാലത്ത് IPLൽ എടുക്കാച്ചരക്കായിരുന്ന രഹാനെ ചെന്നൈ സൂപ്പർ കിങ്സിൽ നടത്തിയ അപ്രതീക്ഷിത അഗ്രസീവ് ബാറ്റിങ്ങിലൂടെയാണ് വീണ്ടും ഇരിപ്പുറപ്പിച്ചത്. ചെന്നൈ റിലീസ് ചെയ്തതോടെ കുറഞ്ഞ തുകയ്ക്ക് കൊൽക്കത്ത ലേലത്തിൽ വിളിച്ചെടുത്തു. ചില അപ്രതീക്ഷിത കാരണങ്ങളാൽ ക്യാപ്റ്റനാകുന്നതും കണ്ടു. ഈ സീസണിൽ ഇനിയുള്ള മത്സരങ്ങൾ കൂടി ബാറ്റിങ്ങിൽ പരാജയമാകുകയാണെങ്കിൽ രഹാനയുടെ IPL ഭാവിയും ഏതാണ്ട് അവസാനിക്കും. ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല, കളിക്കാരൻ എന്ന നിലയിലും ഹാർദിക് പാണ്ഡ്യ സമ്പൂർണ്ണ പരാജയമായ വർഷമാണിത്. 8 മത്സരങ്ങളിൽ നിന്നും അടിച്ചത് 146 റൺസ്. ഫിനിഷിംഗ് റോൾ ചെയ്യേണ്ട പാണ്ഡ്യയുടെ സ്ട്രൈക്ക് റേറ്റോ 136 മാത്രം. ബൗളിങ്ങിലും അതിദയനീയം. 124 പന്തുകൾ എറിഞ്ഞ് കൺസീഡ് ചെയ്തത് 246 റൺസാണ്. എക്കണോമി 11.90. ഇതിനോടൊപ്പം ക്യാപ്റ്റൻസിയിലെ ഫ്ലോപ്പുകൾ കൂടി ചേർത്താൽ ഒരു 3D ഫ്ലോപ്പ് എന്ന് തന്നെ പാണ്ഡ്യയെ വിളിക്കാം. രാജസ്ഥാൻ വലിയ മോശമില്ലാതെ പെർഫോം ചെയ്യുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന മറ്റൊരു മുതലാണ് റിയാൻ പരാഗ്. 10 മത്സരങ്ങളിൽ നിന്നും നേടിയത് 200 റൺസ് മാത്രം. അതിൽ തന്നെ ഒരു മത്സരത്തിൽ 90 റൺസ് അടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത്. ബാക്കി മത്സരങ്ങളെല്ലാം ശോകം തന്നെ. രാജസ്ഥാൻ ക്യാപ്റ്റൻ എന്ന ഉത്തരവാദിത്തം വലിയ പരിക്കില്ലാതെ ചെയ്തതുകൊണ്ടും ടീം ഉടമകൾക്ക് താല്പര്യമുള്ളതുകൊണ്ടും തൽക്കാലം പരാഗിന് വലിയ പ്രശ്നമില്ല. അതിനിടെ ഇന്ത്യൻ ടീമിലേക്കും പരാഗിന് വിളിയെത്തിയിട്ടുണ്ട്. ഫ്ലോപ്പുകളിൽ വലിയ കൗതുകമുയർത്തുന്ന മറ്റൊരാൾ ഷിംറോൺ ഹെറ്റ്മെയറാണ്. കഴിഞ്ഞ വർഷം രാജസ്ഥാനെ അടപടലം തോൽപ്പിച്ചതിലെ പ്രധാനി. ടീമിലെ ഒരേ ഒരു ഓവർസീസ് ബാറ്ററും അന്ന് ഹെറ്റ്മെയർ തന്നെയായിരുന്നു.
എല്ലാവരും ഹെറ്റ്മേറെ രാജസ്ഥാൻ റിലീസ് ചെയ്യുമെന്ന് കരുതിയെങ്കിലും രാജസ്ഥാൻ അദ്ദേഹത്തെ നിലനിർത്തി ഞെട്ടിക്കുന്നതാണ് കണ്ടത്. എന്നാൽ തൊട്ടു പിന്നാലെ നടന്ന 2020 ലോകകപ്പിൽ ഹെറ്റ്മർ എല്ലാവരുടെയും വായടപ്പിച്ചു. 7 മത്സരങ്ങളിൽ നിന്നും 248 റൺസാണ് അടിച്ചു കൂട്ടിയത്. 19 സിക്സർ അടിച്ച് ലോകകപ്പിലെ സിക്സർ റെക്കോർഡും തിരുത്തി. പക്ഷേ IPL തുടങ്ങിയതോടെ വിൻറ്റേജ് ഹെറ്റ്മേർ മടങ്ങിയെത്തി. 8 മത്സരങ്ങളിൽ നിന്നും 78 റൺസ് മാത്രം, അടിച്ചതോ 3 സിക്സറുകളും. ഏത് പിച്ചിലും ഏത് എതിരാളികൾക്കെതിരെയും ഷുവർ ബെറ്റാണെന്നൊരു വിശ്വാസം ജസ്പ്രീത് ബുംറയുടെ മേലിലുണ്ടായിരുന്നു. ആ വിശ്വാസം തകർന്നൊരു സീസൺ കൂടിയാണിത്. 12 മത്സരങ്ങളിൽ നിന്നായി 270 പന്തുകൾ എറിഞ്ഞ ബുംറ എടുത്തത് 3 വിക്കറ്റുകൾ മാത്രം. എക്കണോമി 8.53. ബൗളർമാരുടെ ശവപ്പറമ്പായ IPLൽ ഈ എക്കണോമി അത്ര മോശമാണോ എന്ന് ചോദിച്ചാൽ ബുംറയുടെ സ്റ്റാൻഡേർഡുകൾക്കനുസരിച്ച് മോശമാണ് എന്നത് തന്നെയാണ് ഉത്തരം. 2015 ശേഷം ആദ്യമായാണ് ബുംറയുടെ എക്കോണമി 8 മുകളിലേക്ക് പോകുന്നത്. വിശ്വസ്തനായ ബുംറ പരിങ്ങിയതോടെ മുംബൈക്കും ഒരു പ്ലാൻ ബി ഇല്ലാതെ പോയി. ട്രെന്റ് ബോൾട്ടിനും ഇതൊരു മോശം സീസൺ തന്നെയാണ്. 5 മത്സരങ്ങളിലായി 11.63 എക്കോണമിയിൽ പന്തെറിഞ്ഞ ബോൾട്ടിനെ മുംബൈ പിന്നീട് മാറ്റി നിർത്തുകയായിരുന്നു. മോസ്റ്റ് എക്സ്പെൻസീവ് ഓവർസീസ് പ്ലെയർ എന്ന ടാഗിൽ കൊൽക്കത്തയിലെത്തിയ കാമറൂൺ ഗ്രീൻ തുടക്കത്തിലെ ചീത്തപ്പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 12 മത്സരങ്ങളിൽ നിന്നും 316 റൺസാണ് അടിച്ചത്. 2 അർദ്ധ സെഞ്ചുറികൾ നേടി. പക്ഷേ പന്ത് കൊണ്ട് കാര്യമായ സംഭാവന നൽകാനായിട്ടില്ല. എറിഞ്ഞ ഏതാനും ഓവറുകളിൽ നന്നായി തല്ലുകൊണ്ടിട്ടുണ്ട്. ആകെ തുകയിൽ ആവറേജ് പെർഫോമൻസ് നടത്തുന്നുണ്ടെങ്കിലും കൊടുത്ത തുകക്കുള്ള മൂല്യം ഗ്രീനിന് തിരിച്ചു നൽകാനായിട്ടില്ല. മറ്റൊരു വെസ്റ്റ് ഇന്ത്യൻ ഫ്ലോപ്പ് RCBയുടെ റൊമാരിയോ ഷെഫേർഡാണ്. തകർത്തടിക്കേണ്ട സമയത്ത് ക്രീസിലെത്തുന്ന ഷെഫേർഡ് 11 മത്സരങ്ങളിൽ അടിച്ചത് 83 റൺസ് മാത്രം. സ്ട്രൈക്ക് റേറ്റ് 125. ക്യാപ്റ്റൻ രജത് പാട്ടീദാർ പന്ത് കൊണ്ടും വിശ്വാസം അർപ്പിച്ചിരുന്നുവെങ്കിലും 11.90 എക്കോണമി. പല മത്സരങ്ങളും RCBയെ ഷെഫേർഡ് തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റിലേക്ക് പഞ്ചാബിൻ്റെയും സംഭാവനകളുണ്ട്. 12 മത്സരങ്ങളിൽ നിന്നും 13 വിക്കറ്റ് എടുത്ത അർഷദീപിൻ്റെ എക്കണോമി 9.70. മറ്റൊരാൾ മാർക്കോ യാൻസൺ. പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും യാൻസൺ ഒരുപോലെ പരാജയപ്പെട്ട സീസൺ. 10 മത്സരങ്ങളിൽ നിന്നും 76 റൺസ് മാത്രമെടുത്ത ശശാങ്ക് സിംഗിൻ്റെ ഉയർന്ന സ്കോർ 19. വിട്ട ക്യാച്ചുകൾ വേറെയും. റൺസ് അടിച്ചിട്ടുണ്ടെങ്കിലും പൃഥ്വിരാജിൻ്റെ സ്റ്റൈലിൽ ചെന്നൈ ആരാധകരും തൃപ്തരല്ല. മാറ്റ് ഹെൻറി, ഗ്ലെൻ ഫിലിപ്സ്, ജേക്കബ് ബഥൽ, കുൽദീപ് യാദവ് എന്നിങ്ങനെ ഫ്ലോപ്പിലേക്ക് വെക്കാവുന്ന പേരുകൾ ഏറെയുണ്ട്. 2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ നിന്നും സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ എന്നിവരാണ് IPLലും പെർഫോം ചെയ്തത്. ബാക്കിയുള്ളവരെല്ലാം നിരാശപ്പെടുത്തുന്നതും കാണുന്നു. കൂടുതൽ പേരുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ പേരുകളിൽ വിയോജിപ്പുണ്ടെങ്കിൽ പങ്കുവെക്കൂ.